സമ്പത്ത് സ്വതക്ക ചെയ്താൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 പ്രയോജനങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗ പ്രവേശനം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അല്ലാഹു നൽകിയ സമ്പത്ത് അത് റബ്ബിന്റെ മാർഗത്തിലായി അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ആ സമ്പത്ത് സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന 4 പ്രയോജനങ്ങളിൽ ഒന്നാമത്തേത് അവന് സ്വർഗ്ഗ പ്രവേശനം നൽകുമെന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറിക്കൊള്ളുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുള്ളത് ഭയഭക്തരായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു 3 വിഭാഗത്തെ അല്ലാഹു എണ്ണി പറയുമ്പോ അതിലൊന്നാമതായി അല്ലാഹു പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, സന്തോഷത്തിലും സങ്കടത്തിന്റെ അവസ്ഥയിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന 4 പ്രതിഫലങ്ങളിൽ ഒന്നാമത്തേത് സ്വർഗ്ഗ പ്രവേശനമാണ്. ചെറിയ കാര്യമല്ല, സ്വർഗ്ഗ പ്രവേശനം അല്ലാഹു നൽകും. രണ്ടാമത്തേത് നരകത്തിൽ നിന്നുള്ള മോചനം അവന് ലഭിക്കുമെന്നുള്ളതാണ്. നരകമോചനം ലഭിക്കും. നമ്മുടെ സമ്പത്ത് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട മദ്രസ, മറ്റു കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നൽകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന. സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എവിടെയാണത് പ്രയോജനപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞപ്പോ സൂചിപ്പിച്ചിരുന്നു, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ചെയ്ത ഒന്നും തന്നെ അവന്റെ ബാക്കിയായിട്ടുണ്ടാവില്ല. അവൻ ചെയ്ത നന്മകൾ ഒഴികെ. ഏത് നന്മകൾ? ഒരു ജാരിയായ സ്വതക്ക. ജാരിയായ സ്വതക്ക എന്തെങ്കിലും അവൻ നൽകിയിട്ടുണ്ട് എങ്കിൽ, ഈ പറഞ്ഞതുപോലെ പള്ളിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിനനുബന്ധമായ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് വലിയ മുതൽക്കൂട്ടായി ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേത് സ്വർഗ്ഗ പ്രവേശനമാണ്. രണ്ടാമത്തേത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, ഇത്തഖുന്നാറ വലൗ ബിശ്ശിഖി തംറ, ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും നരകത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നരകത്തിന്റെ ഭീകരതയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ചെറിയ സ്വതക്ക കൊടുത്തിട്ടാണ് എങ്കിൽ പോലും ആ സ്വതക്ക കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കാരണം അത്ര ഭീകരമേറിയ അവസ്ഥയാണ് നരകത്തിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് പ്രവാചകൻ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമത്തി മൻ ലഹു നഅലാനി വശറാകാൻ. നബി തങ്ങൾ പറയുകയാണ്, നരകത്തിൽ ഒരു ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ, തീനാലുള്ള 2 ചെരുപ്പ് അവന് ധരിപ്പിച്ചു കൊടുക്കുമത്രേ. അതിന്റെ ചൂട് എത്രത്തോളം എന്നാൽ അവൻ ആ ചെരുപ്പ് ധരിക്കുമ്പോൾ അവന്റെ തലച്ചോറ് പോലും കത്തിപ്പോകുന്ന തരത്തിൽ അത്ര പ്രയാസകരമായ ശിക്ഷയാണ് നരകത്തിലെ ലഘുവായ ശിക്ഷ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. ലഘുവായ ശിക്ഷ. മനുഷ്യൻ വിചാരിക്കും ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് അവനായിരിക്കുമെന്ന്. പക്ഷെ ഏറ്റവും ലഘുവായ ശിക്ഷയാണ്. ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ നല്ല സ്വതക്കകൾ നൽകുക എന്നുള്ളതാണ്. പ്രയോജനം ചെയ്യുന്ന രീതിയിലൂടെ മരണത്തിന് ശേഷം ഖബറിലേക്ക് പോകുമ്പോ അത് ജാരിയായ സ്വതക്കയായി നമ്മുടെ ഖബറിലേക്ക് എത്തുമാറും. സദക്കകൾ ചെയ്യുന്നവർക്കാണ് നരകത്തിൽ നിന്നുള്ള
മോചനം ലഭിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗം, സദക്ക കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് കിട്ടുന്ന പ്രയോജനം കൊടുക്കുന്നതിന്റെ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളതാണ്. അത് വലിയ പ്രയോജനമാണ്. 1 രൂപ കൊടുത്താൽ അതിന്റെ ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏടിൽ രേഖപ്പെടുത്തി വെക്കും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മഖലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമതലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രതിഫലത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി തരികയാണ്. മതലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് സ്വതക്ക ചെയ്യുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയെ പോലെയാണ്. കമതലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, അത് 7 കുലകൾ മുളപ്പിച്ചു, ഓരോ കുലയിലും 100 ധാന്യങ്ങൾ വീതമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു പ്രതിഫലത്തെ ഇരട്ടിയാക്കി കൊടുക്കുമത്രേ. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സദക്ക കൊടുത്തു കഴിയുമ്പോൾ ഇരട്ടി പ്രതിഫലം. ചെറിയ നമ്മളാൽ കഴിയുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, എത്ര പ്രതിഫലമാണ്. ഖുർആനാണ് ഞാൻ പറയുന്നത്, ഹദീസാണ്. വളരെ ശ്രേഷ്ഠതയേറിയ ഒരു അമലാണ് ഈ സ്വതക്ക നൽകുക എന്ന് പറഞ്ഞാൽ. നിർബന്ധ ദാനമല്ല, മറിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് സ്വതക്ക ചെയ്യുക. അതിപ്പോ ഒരുപാട് ചെയ്യാമെന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്. നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോ അതിന്റെ ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏടുകളിൽ, നമ്മുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തേത്, ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെലവഴിച്ചതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് തരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നാലാമത്തെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ ഒരു വിജനമായ പ്രദേശത്തു കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ മേഘത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്ന വ്യക്തിയുടെ തോട്ടം നീ നനച്ചു കൊടുക്കുക. അല്പസമയം കഴിഞ്ഞപ്പോൾ മേഘമൊന്ന് കുലുങ്ങി ആ ഭാഗത്തേക്ക് മാത്രം, ആ മനുഷ്യന്റെ തോട്ടത്തേക്ക് മാത്രം മഴ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് നടന്നെടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ തോട്ടത്തിന്റെ ഉടമയായ മനുഷ്യൻ ഇദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്റെ പേര് താങ്കൾ ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പറയുകയാണ്, മേഘത്തിൽ നിന്ന് താങ്കളുടെ പേര് പോലത്തെ പേര് അശ്ലീലായിട്ട് ഞാൻ കേട്ടു, അതൊന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. എന്ത് നന്മയാണ് താങ്കളുടെ പേര് പറയാൻ മാത്രം, എന്ത് നന്മയാണ് താങ്കൾ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ കൃഷി ചെയ്തെടുക്കുന്ന എന്റെ വിളവിനെ ഞാൻ 3 ആയിട്ട് അതിന് വേർതിരിക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ കൃഷി ചെയ്തെടുക്കുന്ന വിളവിനെ 3 ആയിട്ട് വേർതിരിക്കും. അതിൽ ഒന്നാമത്തേത് അതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, സാധുക്കളായ ആളുകൾ, പള്ളിയുടെ സഹായങ്ങൾ, ഇങ്ങനെ തുടങ്ങിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി അതിന്റെ ഒരു ഭാഗം ഞാൻ വിനിയോഗിക്കും. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകമായി വാനലോകത്ത് പറയപ്പെടാനുണ്ടായ ഒരു കാരണം അദ്ദേഹം പറയുന്നു, പ്രത്യേകമായി അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപ്രേമായി ഇങ്ങനെ വർഷിപ്പിച്ചു കൊടുക്കാനുള്ള കാരണത്തെ അദ്ദേഹം പറയാണ്, എന്റെ കൃഷിയുടെ വിളവിനെ ഞാൻ 3 ആയിട്ട് ഭാഗിക്കും. അതിൽ ഒന്നാമത്തേത് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ അതിന് സദക്ക ചെയ്യും.
അനാഥർ, സാധുക്കൾ, അവർക്ക് വേണ്ടി ഞാൻ അതിനെ സദഖ ചെയ്യും. രണ്ടാമത്തത് അതിന്റെ ഒരു ഭാഗം എനിക്കും എന്റെ ആശ്രിതർക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കും. അതിന്റെ 1/3 അടുത്ത കൃഷിയിലേക്ക് ഞാൻ ഉപയോഗിക്കും. ഇങ്ങനെയാണ് എന്റെ കൃഷിയുടെ വിളവിനെ ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ പേരിലായിരിക്കാം അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഒരു ശ്രേഷ്ഠത കിട്ടാനും എന്റെ പേര് പ്രത്യേകമായി പരാമർശിക്കാനും എന്റെ തോട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കാനുമുള്ള കാരണം എന്ന് ആ തോട്ടത്തിന്റെ ഉടമ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തിയായ മാർഗത്തിലൂടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും സമ്പത്ത് സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് അവന്റെ ജീവിതത്തിൽ നൽകുന്നത്. വലിയ സ്വതക്കകളല്ല എങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന ചെറുതാണ് എങ്കിലും അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്വതക്ക കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമാണ്. അതിനോടൊപ്പം തന്നെ കൊടുക്കുമ്പോൾ നല്ല നീയത്തോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു, നിഷ്കളങ്കതയാണ്. അമലുകളെ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൊടുത്തു എന്ന് 10 പേരെടുത്ത് പറയലല്ല. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ ഇതിലൂടെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകണം എന്ന ഒരു വലിയ നിയ്യത്താണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകും, കൊടുക്കുന്ന ആളുടെ മനസ്സനുസരിച്ചാണ്. രണ്ടാമത്തേത് അദമുൽ മന്നി വൽ അദാ, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ നിനക്ക് ഇന്ന സ്വതക്ക ചെയ്തല്ലേ, അല്ലെങ്കിൽ എന്റെ സഹായം നീ പറ്റിയതല്ലേ എന്ന തരത്തിൽ ആ മനുഷ്യന് വേദന ഉണ്ടാകുന്ന രീതിയിൽ ചെയ്ത ഉപകാരങ്ങളെ എടുത്തു പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. ചെയ്തതിനെ എടുത്തു പറഞ്ഞുകൊണ്ട്, കൊടുത്തതിനെ എടുത്തു പറഞ്ഞ് നിങ്ങൾ ചെയ്ത സദഖയെ, നന്മയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയാം, കൊടുത്തതിനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു, അല്ലെങ്കിൽ ഇത്രയും കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന മനുഷ്യൻ എന്റെ ചെലവിലാണ് കഴിയുന്നത് എന്നത് തുടങ്ങി പറഞ്ഞുകൊണ്ട് നമ്മൾ സദഖയുടെ പ്രതിഫലത്തെ കളയാൻ പാടില്ല. രണ്ടാമതായി സദഖ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തേത് അൽ ഇൻഫാഖു മിൻ മാലി ത്വയ്യിബി, നല്ല സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യലാണ്? സദഖ കൊടുക്കലാണ്. പരിശുദ്ധമായ സമ്പത്തിൽ നിന്ന് സദഖ കൊടുക്കാൻ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. നല്ല സമ്പത്തിൽ നിന്നും പരിശുദ്ധമായതിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ പൈസ സദഖ കൊടുത്താൽ, സമ്പത്ത് സദഖ കൊടുത്താൽ അള്ളാഹുവിന് വലിയ പ്രതിഫലമാണ് വരുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഈ 4 ഗുണങ്ങളാണ് വളരെ പ്രധാനമായത്. സ്വർഗ്ഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള മോചനം, ഇങ്ങനെ തുടങ്ങി 4 പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്നാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഹദീസ് പഠിപ്പിക്കുന്നത്.